ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും നമ്മൾ തന്നെ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉദ്ദേശിക്കാതെ ഓരോ തെറ്റുകളിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ലതാവണം അല്ലെങ്കിൽ തെറ്റുകളൊന്നും ചെയ്യരുത് എന്നൊക്കെ ആഗ്രഹിച്ച് എത്ര ആഗ്രഹിച്ച് നടന്നാലും വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും ഓർമ്മയില്ലാതെ നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പിശാചിൻ്റെ ഓരോ തരം കളികളാണല്ലേ. പിശാചിനും അതിന് നല്ലൊരു വലിയൊരു പങ്ക് തന്നെയുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഒരാൾ നിസ്കരിക്കാറുണ്ട്, എന്നാലും അന്ന് പയ്യൊക്കെ നിസ്കരിക്കാൻ വേണ്ടി എന്നാലും ഇന്ന് സുബഹി നിസ്കരിച്ചില്ല, അപ്പോൾ ഇന്ന് ളുഹർ നിസ്കരിക്കേണ്ട, നാളെ മുതൽ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ സുബഹി മുതൽ തുടങ്ങാം. അപ്പോൾ പിശാചിനൊരിത് കിട്ടി. ആ പിശാച് നാളെ സുബഹിക്ക് നമ്മൾ എഴുന്നേൽക്കാൻ സമയത്ത് പിശാച് വിചാരിക്കും നല്ല തണുപ്പാണ്, നല്ല സുഖത്ത് നല്ല കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പുതപ്പിനുള്ളിൽ കിടന്നോ, എന്തിനാ വെറുതെ ഈ സമയം എഴുന്നേൽക്കുന്നതെന്നൊക്കെ പിശാച് നമ്മളിങ്ങനെ തോന്നിപ്പിക്കും. അഥവാ ഇനി അങ്ങനെ തോന്നിപ്പിച്ച് കഴിഞ്ഞാലോ പിന്നെ നമ്മൾ ശരിയല്ലേ എന്ന് വിചാരിച്ച് നമ്മളും അങ്ങ് കിടന്നു പോകും. അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ പിശാചിൻ്റെ ഈ കളികളിൽ നിന്നും അല്ലെങ്കിൽ എന്തൊരു ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശീലങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് നമുക്കറിയാം. അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് അപ്പോൾ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ച് അസ്മാഉൽ ഹുസ്നയിലുള്ളൊരു പ്രധാനപ്പെട്ട നാമം കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ ഒരു നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ തെറ്റുകളിൽ നിന്നും തിന്മകളിൽ നിന്നും വേണ്ടാധീനങ്ങളിൽ നിന്നൊക്കെ പടച്ചോൻ നമ്മളെ സംരക്ഷിക്കും. പടച്ചോൻ്റെ മലക്കുകൾ നമ്മളെ സംരക്ഷിക്കും. പിന്നെ നമുക്ക് ഒരു തെറ്റുകളും ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നില്ല. അപ്പോൾ ഏതാണ് ആ ഒരു നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ, യാ ഹഫീലു യാ അല്ലാ. ഇത് നമ്മൾ എല്ലാ ദിവസവും 99 തവണ ചൊല്ലണം. എല്ലാ ദിവസവും ചൊല്ലണം 99 തവണ. പിന്നെ നമുക്ക് എന്ത് ചെയ്യൂല, ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ തെറ്റുകളിലേക്ക് പിശാച് നമ്മളെ കൊണ്ടുപോകില്ല, നമുക്ക് പോകാൻ വേണ്ടിയിട്ട് തോന്നില്ല ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ല രീതിയിൽ ചൊല്ലുക. അള്ളാഹുവിൻ്റെ ദിക്ർ പതിവാക്കാൻ കഴിയുന്നവൻ എത്രയോ ഭാഗ്യവാനാണ്. ഏറ്റവും നല്ല അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് മാത്രമേ അള്ളാഹുവിൻ്റെ ദിക്റുകളൊക്കെ പതിവാക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊക്കെ അതിന് സാധിക്കട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു തആല ഈ ഒരു ദുനിയാവിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടവരാക്കി ജീവിക്കട്ടെ. അള്ളാഹു നമ്മുടെ ഈ ജീവിതങ്ങളിൽ അള്ളാഹു തൃപ്തിപ്പെടട്ടെ. എന്നിട്ട് പരലോകത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് നല്ല രീതിയിലുള്ള വിചാരണയും അതിനുശേഷം സ്വർഗ്ഗമൊക്കെ നല്ല രീതിയിൽ സ്വർഗ്ഗം നൽകട്ടെ. നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.